പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 2500ഓളം പോലീസുകാരെ ഈ കൽപ്പറ്റ മേഖലയിലും മേപ്പാടിയിലും എല്ലാമായി വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ സന്നാഹവുമുണ്ട്. ആധുനിക സംവിധാനങ്ങളുള്ള വാഹനങ്ങളിൽ, സുരക്ഷയുള്ള വാഹനങ്ങളിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ നിന്നും ഈ ചൂരൽമലയിലെ ദുരന്ത ബാധിത മേഖലയിൽ ചൂരൽമലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ആ മേഖലയിലെ സന്ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം വേലിപ്പാലവും അതോടൊപ്പം തന്നെ ക്യാമ്പും ആശുപത്രിയും സന്ദർശിച്ചതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി തിരികെ കൽപ്പറ്റയിലേക്ക് എത്തിച്ചേരുകയും കലക്ടറേറ്റിലെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഹെലിപ്പാഡിൽ നിന്നും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറപ്പെട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, കെ രാജൻ, OR കേളു, കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരും ഈ വാഹനവ്യൂഹത്തിനൊപ്പം തന്നെയുണ്ട്. ഏതായാലും ദുരന്ത ബാധിത മേഖലകളിലേക്ക്, ചൂരൽമലയിലേക്ക് റോഡ് മാർഗം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറപ്പെട്ടിരിക്കുകയാണ്. കാവ്യ. സന്തോഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ ഒരു വലിയ സംഘമാണ് ഇപ്പോൾ ദുരന്തബാധിത മേഖലയിലേക്ക് റോഡ് മാർഗം സഞ്ചരിക്കുന്നത്. രാവിലെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എത്തിയ കേന്ദ്ര സംഘമടക്കം പറഞ്ഞത് ഇവിടുത്തെ യഥാർത്ഥ സാഹചര്യം ബോധ്യപ്പെട്ടു എന്നതാണ്. ആ സാഹചര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട്, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി അടിയന്തരമായി അതിതീവ്ര ദുരന്തമായി കണക്കാക്കിക്കൊണ്ട് തന്നെ വയനാടിനായി പ്രത്യേക പാക്കേജ് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന ഒരു പ്രതീക്ഷ അത് സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കുമുണ്ട്. അത്രത്തോളം വയനാടിനെ തിരിച്ചു പിടിക്കേണ്ടതിന് കേന്ദ്രത്തിൻ്റെ നിർണായകമായ ഇടപെടലിൻ്റെ ആവശ്യവും കേരളത്തിനുണ്ട്. അവിടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യത്തിൻ്റെ പ്രസക്തി ഏറുകയാണ്. അത് സംബന്ധിച്ച് നിർണായകമായ ഒരു തീരുമാനം പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവോടുകൂടി ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ കേരളത്തിനുണ്ട്. എന്തായാലും ചൂരൽമലയിലെത്തും, ബേലിപ്പാലത്തിലൂടെ നടന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും പ്രധാനമന്ത്രി. ദുരന്തബാധിത മേഖല, പ്രധാനപ്പെട്ട ചില മേഖലകൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്. ക്യാമ്പുകളിലെത്തി ക്യാമ്പുകളിൽ കഴിയുന്നവരെ കാണുന്നുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നവരിൽ 4 പേരെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് കൽപ്പറ്റയിലെത്തി അവലോകന യോഗത്തിൽ പങ്കെടുക്കുക. നിലവിലെ തീരുമാനം അങ്ങനെയാണ്. ഇപ്പോൾ KT സ്വാലിഹ് കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ്, റോഡ് മാർഗം ദുരന്തബാധിത മേഖലയിലേക്ക് കൽപ്പറ്റയിൽ നിന്ന് പ്രധാനമന്ത്രി എത്തുകയാണ്. പ്രത്യേക പാക്കേജ് അടക്കം നിരവധി ആവശ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാന ദിവസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം നാളിതുവരെ കേരളത്തിൻ്റെ ആവശ്യം പൂർണ്ണമായ തോതിൽ കേന്ദ്ര സർക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വലിയൊരു ആക്ഷേപം നേരത്തെ ഇവിടെ സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർക്ക് മേൽ ഉള്ള ഒരു പശ്ചാത്തലവുമുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ കേരളത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ പരിഗണിച്ച് അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനം എടുക്കുമെന്ന വലിയ പ്രതീക്ഷയുമുണ്ട്. കാവ്യ, പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കൽപ്പറ്റ നഗരത്തിലൂടെ കടന്നു പോകുന്നു. നേരെ പോകുന്നത് മേപ്പാടിയിലേക്കാണ്. അവിടെ നിന്ന് ചൂരൽമലയിലേക്ക് പോകും. ചൂരൽമലയിൽ ബെയിലിപ്പാലം ഉൾപ്പെടെ നേരിട്ട് കാണും. അതേസമയം മഴ ഉണ്ടാവുകയാണെങ്കിൽ നേരെ ക്യാമ്പിലേക്കും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് പ്രധാനമന്ത്രി പോവുക. 4 പേരെ ക്യാമ്പിലുള്ള 4 പേരെ പ്രധാനമന്ത്രി നേരിട്ട് കാണും. അതിനുശേഷം അവലോകന യോഗത്തിന് കലക്ട്രേറ്റിലേക്ക് എത്തും. ഏതാണ്ട് 3:15 വരെ ഇവിടെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിരിച്ച് ഈ റോഡ് മാർഗം തന്നെ ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കണ്ണൂരിലേക്ക് പോകും. അവിടെ നിന്നാണ് മടക്കയാത്ര ഉണ്ടാവുക. ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ വളരെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പ്രധാന പാത നേരത്തെ രാവിലെ മുതൽ തന്നെ അടച്ചിട്ടിരുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ മേപ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാർ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ഈ 2 ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള പാക്കേജ് സംസ്ഥാനത്തിന് ലഭ്യമാക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് പരിഗണിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കേന്ദ്ര സംഘം 9-അംഗ സംഘം ഈ മേഖല പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും
ഒരു പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുക. അത് ഇന്ന് തന്നെ ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ മുഖ്യമന്ത്രി അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം ഗവർണറുണ്ട്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, മറ്റ് 4 മന്ത്രിമാർ കൂടി ഇതോടൊപ്പമുണ്ട്. മന്ത്രി കെ രാജൻ, എ കെ ശശീന്ദ്രൻ, അതോടൊപ്പം മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, ഒ ആർ കേളു തുടങ്ങി 4 മന്ത്രിമാർ കൂടെ ഒപ്പമുണ്ട്. അവർ ഈ അവലോകന യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേന്ദ്ര സമിതിയെ, ഈ പരിശോധനയ്ക്കെത്തിയ സമിതിയോട് പറഞ്ഞ കാര്യങ്ങൾ, ഈ ദുരന്തത്തിൻ്റെ തീവ്രത പ്രധാനമന്ത്രിയെ കൂടി നേരിട്ട് ബോധ്യപ്പെടുത്തും. അതനുസരിച്ചൊരു വലിയ സഹായ പദ്ധതി പാക്കേജ് വയനാടിന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. കാവ്യ.